ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ അടിപൊളി ടിപ്പുകളാണ് കേട്ടോ. നമ്മൾ കുറേ നേരം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായിട്ട് ടിപ്പുകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ തേയില ഉപയോഗിച്ച് ചെയ്യുന്ന ടിപ്പുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തേയിലപ്പൊടി ചായ ഇടാൻ മാത്രമല്ല കേട്ടോ, വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലീനിങ്ങിനും നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാകാതെ സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിക്കാം. ആദ്യം തന്നെ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഏകദേശം ഒരു 2 ഗ്ലാസ്സിന് അടുപ്പിച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ തേയിലപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ച് ആ തേയിലയുടെ സത്തൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചക്കർപ്പൂരമാണ്. ഇതുപോലെ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം നല്ലതുപോലെ പൊടിച്ച് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 1 ടേബിൾ സ്പൂണോളാണ് കേട്ടോ ബേക്കിംഗ് സോഡ നമ്മൾ എടുക്കുന്നത്. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ തേയില വെള്ളം കൂടെ വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. വെളുത്ത ക്ലോസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പള തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷന് മണം കിട്ടാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം പുൽത്തൈലമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 4-5 ഡ്രോപ്പ് പുൽത്തൈലം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മളെ ക്ലീനിങ് സൊല്യൂഷൻ റെഡിയായി. ഇതൊരു പ്രാവശ്യം റെഡിയാക്കിയാൽ ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ പിന്നെ ഒരിക്കലും കടയിൽ നിന്ന് ഒരു ക്ലീനിങ് സൊല്യൂഷൻ നിങ്ങൾ വാങ്ങില്ല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ഒഴിഞ്ഞ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഫ്ലോർ ടൈലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ടൈലൊക്കെ കുറേ നാൾ കഴിയുമ്പം അതിൻ്റെ നിറമൊക്കെ മങ്ങി പോളിഷൊക്കെ പോകുമല്ലോ. ആ സമയത്ത് നമ്മൾ തറ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് 2-3 ദിവസം അടുപ്പിച്ചൊന്ന് തുടച്ച് നോക്കും. നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. കണ്ണാടി പോലെ തിളക്കത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല സ്ഥിരമായിട്ട് എറുമ്പ്, പാറ്റ, പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരാഴ്ചയൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തറയൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ശല്യം മാറിക്കിട്ടും. നിറം മങ്ങി തുടങ്ങിയിട്ടുള്ള തടിയുടെ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ നമ്മൾ മഴ സമയമാകുമ്പം പൂപ്പലൊക്കെ വന്നിട്ടുള്ള തടിയുടെ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കൊണ്ടൊന്ന് തുടയ്ക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് കിട്ടും. നമ്മൾ പോളിഷ് ചെയ്തതുപോലെ തന്നെ ആ ഒരു തിളക്കം നമ്മുടെ ഫർണിച്ചറുകൾക്കൊക്കെ ഉണ്ടാവും. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ പച്ചക്കർപ്പൂരവും പുൽത്തൈലും ഒക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈച്ചയുടെ ഒക്കെ ശല്യമുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ഗ്ലാസിൻ്റെയൊക്കെ ഷോക്കേസുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. കുറേ നാളൊക്കെ കഴിയുമ്പം പൊടിയൊക്കെ കയറി ആ ഒരു ഗ്ലാസ്സൊക്കെ മങ്ങലുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ നമ്മളൊരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സിക്സാക് മൂവ്മെൻറ്റിൽ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നമ്മുടെ കിച്ചണിലൊക്കെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എറുമ്പിൻ്റെയൊക്കെ ശല്യം പിന്നെ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കിച്ചൺ സിങ്കിലേക്ക് കുറച്ചൊഴിക്കും. പാറ്റയൊന്നും ഈ ഒരു കിച്ചൺ സിങ്ക് വഴി വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒഴിക്കുന്നത്. മാത്രമല്ല രാവിലെ വരുമ്പോൾ ആ ഒരു പുൽത്തൈലത്തിൻ്റെയൊക്കെ മണം നമ്മുടെ കിച്ചണിലുണ്ടാവും. തേയിലപ്പൊടി കൊണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ അടുത്തത്. ഇതുപോലൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലേക്കോ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മടക്കിയെടുത്ത് ഫ്രിഡ്ജിനുള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്താലും ഒരു വല്ലാത്ത സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിക്കൻ കറി വെക്കാൻ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കാനായിട്ട് നമുക്ക് നിറയെ സവാള കട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മടക്കി കട്ടിംഗ് ടേബിളിൻ്റെ അരികിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കൂ. ഇനി എത്ര കിലോ സവാള കട്ട് ചെയ്താലും ഒരു തുള്ളി കണ്ണുനീര് പോലും വരത്തില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ സവാള കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ.
അതുപോലെ തന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്മെല്ല് മാറാനായിട്ടും ഒരു നുള്ള് തേയിലപ്പൊടി നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഞെരടി കൈ കഴുകിയാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ആ ഒരു തേയിലയുടെ മണമായിരിക്കും. തേയിലയെ നമുക്ക് നല്ലൊരു എയർ ഫ്രഷറായിട്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനടുത്ത് ഇതുപോലെ ചെറിയൊരു ബോക്സിലേക്ക് കുറച്ച് തേയില, ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് മതി കേട്ടോ, എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതിൻ്റെ എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ പച്ചക്കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ബോക്സ് അടച്ച് അതിന് 2-3 ഹോൾസുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ലിവിങ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ തന്നെ വെക്കാം. എത്ര സ്മെല്ലുള്ള റൂമാണെന്നുണ്ടെങ്കിലും ആ ഒരു തേയില സ്മെല്ല് പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തോളും. പിന്നെ ആ മുറി നിറച്ചും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പച്ചക്കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഈ ഒരു മഴ സമയത്ത് നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഷൂ ഒക്കെ കഴുകിയാലും ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ അതിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലായിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ടൊരു ട്യൂബ് പറഞ്ഞു തരട്ടെ. ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പച്ചക്കർപ്പൂരം ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ഷൂവിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും. വൈകിട്ട് വരുമ്പം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് രാവിലെ നിങ്ങൾ എടുക്കുമ്പോൾ ഷൂവിനുള്ളിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഇതേ പൊതി തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരാഴ്ച വരെയൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഓരോ പ്രാവശ്യം നമ്മൾ കഴുകാനായിട്ട് തുറക്കുമ്പോഴും ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാറുണ്ടല്ലോ. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് തേയിലപ്പൊടിയും ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം പൊടിച്ചതും കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ തുണി കഴുകിയതിന് ശേഷം ഈ പൊതി ആ വാഷിംഗ് മെഷീൻ ഉള്ളിലിട്ട് നിങ്ങൾ അടച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം തുറക്കുമ്പം ആ ഒരു സ്മെല്ലുണ്ടാവില്ല കേട്ടോ. നല്ലൊരു മണമായിരിക്കും. ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അടുത്തത് നമ്മൾ തേയിലപ്പൊടി വെച്ച് അടിപൊളി ഒരു ഹെയർ സിറമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എത്ര കുറവുള്ള മുടിയുള്ളവരാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഏകദേശം 1 ഗ്ലാസ് വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിലേക്ക് ഒരു 2-3 പനിക്കൂർക്കയുടെ ഇലയും ഒരു കൈ തുളസി ഇലയും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളെടുത്തിരിക്കുന്ന തേയിലയുടെയും പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഒക്കെ ആ ഒരു സത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നല്ലതുപോലെ അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ പോലെ കുളിക്കാം. ഇങ്ങനെ നിങ്ങൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എത്ര കുറവുള്ളവരുടെ മുടിയാണെങ്കിലും നല്ല പോലെ പുതിയ ഹെയറുകൾ വളർന്നു വരുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അകാലനരയൊക്കെ ഒഴിവാക്കാനും താരൻ മാറ്റാനും നമ്മുടെ തലയോട്ടിയിലുള്ള ആ ചൊറിച്ചിലൊക്കെ മാറാനും സഹായിക്കും കേട്ടോ. അടിപൊളി ഒരു ഹെയർ സിറമാണ്. ചെറിയ കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. പൊതുവേ എല്ലാവരുടെയും ഒരു പരാതിയാണ് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്ന സമയത്ത് അഴുക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ തുണികൾ പെട്ടെന്ന് മങ്ങിപ്പോകുന്നു എന്നുള്ളത്. അതിനായിട്ട് അടിപൊളി ഒരു സൂത്രമുണ്ട്. നമ്മൾ ഏത് പൗഡറാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പൗഡർ 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്തതിന് ശേഷം 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും 1/4 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് തേയിലപ്പൊടിയൊന്നും വേണ്ട കേട്ടോ. 1/4 ടേബിൾ സ്പൂണോളം താഴെ മതി. 2 ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിക്കും. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ സോപ്പ് പൊടി ഉപയോഗിച്ച് നിങ്ങൾ വാഷിംഗ് മെഷീനിലൊന്ന് തുണി കഴുകി നോക്കൂ. എത്ര അഴുക്കുള്ള തുണിയാണെങ്കിലും നല്ല പോലെ തന്നെ ഉരയ്ക്കാണ്ട് നമുക്ക് വൃത്തിയായി കിട്ടും. അതുപോലെ തന്നെ തുണിയുടെ കളറ് ഫെയ്ഡ് ആവുകയുമില്ല. ഞാൻ ഇതിനു മുമ്പ് തേയിലപ്പൊടിയുടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെറ്റ് മുണ്ട് കഴുകുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് ചെയ്ത് നോക്കി നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ വീണ്ടും അടിപൊളിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.